പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വായു അത്യാവശ്യമായതുപോലെ തന്നെ വെള്ളവും അത്യാവശ്യമാണ്. ഈ വെള്ളത്തിൻ്റെ ഉറവിടമാണ് മഴ എന്ന് പറയുന്നത്. മഴ എന്നത് കേവലം ഒരു കാലാവസ്ഥാ പ്രതിഭാസം മാത്രമല്ല. ഈ ഒരു ഭൂമിയിലേക്ക് മഴത്തുള്ളിയായി വർഷിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി അത്യാവശ്യമാണ്. സൂറത്ത് ഖാഫിലെ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, മാനത്തു നിന്ന് നാം അനുഗ്രഹീതമായ മഴ വർഷിപ്പിച്ചു, അങ്ങനെ അതുവഴി വിവിധ ഇനം തോട്ടങ്ങളും കൊയ്തെടുക്കാൻ പറ്റിയ ധാന്യങ്ങളും ഉൽപ്പാദിപ്പിച്ചു എന്ന്. അതുപോലെ തന്നെ സൂറത്തു നഹ്ല് 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു മാനത്തു നിന്ന് മഴ പെയ്യിച്ചു, അതുവഴി അവൻ ജീവനറ്റ ഭൂമിക്ക് ജീവൻ നൽകി. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മഴയെപ്പറ്റി അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. ശാസ്ത്രത്തിന് മഴയുടെ രൂപീകരണത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സാധിച്ചേക്കാം. ഈ ഒരാഴ്ചയിൽ മഴ കനത്തേക്കാം, ഇന്ന് റെഡ് അലേർട്ടാണ്, ഇന്ന് യെല്ലോ അലേർട്ടാണ് എന്നെല്ലാം പ്രവചിക്കാം. എന്നാൽ ഭൂമിയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മഴ പെയ്യണമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ സൃഷ്ടിയിലെ സൂക്ഷ്മതയെക്കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. മഴത്തുള്ളിയുടെ ആകൃതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നീണ്ട കോഴിമുട്ടയുടെ ഷേപ്പാണ് മഴയ്ക്കുള്ളത്. ആ ഒരു ഷേപ്പിൽ മഴത്തുള്ളി ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ചെറിയ പ്രാണികൾ, ഉറുമ്പ് പോലുള്ള ജീവികൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. പകരം മഴത്തുള്ളിയുടെ ഷേപ്പ് വൃത്താകൃതിയിലാണെങ്കിൽ നമ്മൾ ദൂരെ നിന്നൊരു കല്ല് എറിയുന്ന സമയത്ത് നമുക്ക് മേല് വേദനിക്കും, അതുപോലെ ആയിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിലെ ഒരു സൂക്ഷ്മതയാണ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഴ അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, അള്ളാഹുമ സ്വൈബൻ നാഫിയ എന്ന്. അള്ളാഹുവെ, ഈ ഒരു മഴയെ ഉപകാരപ്രദമായ മഴയാക്കണമേ എന്ന്. ഇന്ന് നമ്മുടെ ചുറ്റുപാടിലും മഴയെ ശപിക്കുന്നതായിട്ട് കാണാം. ഈ നശിച്ച മഴ, ഇന്നും മഴയാണോ? അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ. ഒരിക്കലും നാം അങ്ങനെ പറയാൻ പാടുന്നില്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. മഴ ഇല്ലാത്തൊരവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. സൂറത്ത് വാഖിയയിൽ അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ എന്ന്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്ന്. ഖുർആനിൽ പറയുന്നുണ്ട്, മിനസ് സമാഇ എന്നാണ്, ആകാശത്തു നിന്നാണ്. നമ്മുടെ ഇവിടെ നിന്നും 2000 മീറ്റർ മുകളിൽ നിന്ന് മേഘപ്പാളിയിൽ നിന്നാണ് മഴ നമുക്ക് ലഭിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം തന്നെയാണ് മഴ എന്ന് പറയുന്നത്. ഈ ഒരു മഴ അധികമായാൽ അതിൻ്റെ ദോഷം നാം പറയേണ്ടതില്ല. മഴ അധികരിച്ചാൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഹവലൈന വല അലൈന എന്ന്. അള്ളാഹുവെ, ഞങ്ങളുടെ മേലിലെല്ലാം നമ്മുടെ ചുറ്റുപാടിൽ ഈ മഴ വർഷിപ്പിക്കണമേ എന്ന്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വരൾച്ചയിൽ നിന്നും അതേപോലെ തന്നെ കനത്ത മഴയുടെ ദോഷങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.